നമസ്കാരം. വിവേക് ക്രിക്കറ്റ് സ്വാഗതം. IDFC ഫസ്റ്റ് ബാങ്ക് T20 സീരീസിലെ മൂന്നാം മത്സരം ഇന്നലെ രാജ്കോട്ടിൽ വെച്ച് നടന്നു. ഈ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിന് അയക്കുകയും നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 171 എന്ന സ്കോറിലേക്ക് എത്തുകയും ചെയ്തു. ഇംഗ്ലണ്ടിൻ്റെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. തുടരെ വിക്കറ്റ് വീഴുന്ന ഒരവസ്ഥയിലായിരുന്നു ഇംഗ്ലണ്ട്. ഇന്ത്യയുടെ മികച്ച ബൗളിംഗ് അറ്റാക്ക്, ഇന്ത്യയുടെ സ്പിൻ ബൗളേഴ്സ് എല്ലാം മികച്ച രീതിയിൽ തന്നെ പന്തെറിയുന്ന കാഴ്ചയാണ് കണ്ടത്. പരിക്കിന് ശേഷം മുഹമ്മദ് ഷമി ഇന്നലെ ടീമിൽ ഉൾപ്പെടുകയും ഇന്ത്യക്ക് വേണ്ടി പന്തെറിയുകയും ചെയ്തു. എങ്കിലും വിക്കറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. 5 വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റ് എടുത്ത ഹർദിക് പാണ്ഡ്യയും ഇന്ത്യക്ക് മികച്ച സപ്പോർട്ട് നൽകുകയുണ്ടായി. ഒരുപക്ഷെ ലിയാം ലിവിങ്സ്റ്റണിലെയും വാലറ്റ് നിരയിലെ ചില ബാറ്റ്സ്മാൻമാരുടെയും പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ 171 എന്ന സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തുകയില്ലായിരുന്നു. ആയതിനുശേഷം രണ്ടാം ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തുടക്കം മുതൽ തന്നെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഓപ്പണർ സഞ്ജു സാംസൺ, അദ്ദേഹത്തിൻ്റെ മോശം പ്രകടനം ഇന്നലത്തെ മത്സരത്തിലും ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അഭിഷേക് ശർമ്മ ഭേദപ്പെട്ട നിലയിൽ കളിച്ചുവെങ്കിലും കാര്യമായ സ്കോർ നേടാതെ തന്നെ ഔട്ടായി. സൂര്യകുമാർ യാദവ്, അദ്ദേഹത്തിനും യാതൊരു കാര്യമായ കോൺട്രിബ്യൂഷൻസും നൽകാതെ പുറത്തായി. ഹർദിക് പാണ്ഡ്യ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ കാര്യമായ രീതിയിൽ ബാറ്റിങ്ങിൽ സംഭാവന ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ പോരാട്ടം കൊണ്ടും ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇന്നലത്തെ മത്സരത്തിൽ 26 റൺസിൻ്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. വാസ്തവത്തിൽ ഇന്നലത്തെ തോൽവി ഇന്ത്യ ചോദിച്ചു വാങ്ങിയ തോൽവിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വരുൺ ചക്രവർത്തി വളരെ മനോഹരമായ രീതിയിൽ പന്ത് എറിഞ്ഞത് മൂലം ഇംഗ്ലണ്ട് ഒരു ചെറിയ സ്കോറിന് ഒതുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ശേഷം പന്തെറിഞ്ഞ ബൗളർമാർ അത്ര കണ്ട് മികവ് പുലർത്താതിരുന്നതുകൊണ്ട് മാത്രമാണ് ഇംഗ്ലണ്ടിന് 171ലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ രീതിയിൽ ഇനിയും പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം കഷ്ടത്തിലാകും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 എന്ന് പറയുന്ന രീതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ഇന്ത്യയോടൊപ്പം എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മികച്ച ഒരു വിജയം നേടി ഇന്ത്യ തിരിച്ചു വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.